ഫാറ്റിന്റെ ഓപ്പോസിറ്റ് എന്താ? നാച്ചുറോപ്പതിയുടെ ആളും കൂടെ ഇരിക്കുന്നത്. ഹി ഈസ് ഫാറ്റ്. ഫാറ്റിന്റെ ഓപ്പോസിറ്റ് എന്താ? സ്ലിം, തിൻ. ആ, കഴിഞ്ഞില്ലേ? തിന്നിന്റെ ഓപ്പോസിറ്റ് എന്താ? തിക്ക്. കഴിഞ്ഞില്ലേ? ഫുഡ് ടേസ്റ്റി ആണെന്ന് പറയും നമ്മൾ. വേറെ ഒരു 10 അഡ്ജക്റ്റീവ് പറയാൻ പറഞ്ഞാലോ? ഡെലീഷ്യസ്. പിന്നെ ഏത് സ്കൂൾ പോയാലും ഒരു 50 രാജ്യങ്ങളും ക്യാപിറ്റൽസ് പറയുന്ന സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ ഉണ്ടാവുമോ? ഇല്ല, ഒരു സ്കൂളിലും ഇല്ല. CBSE ഫുൾ ഫോം സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ്. 9ാം ക്ലാസ് മുതലേ CBSE ഉള്ളൂ. നമ്മളിപ്പോ നഴ്സറി മുതൽ CBSE ആണ്. പച്ചയായിട്ട് ആൾക്കാരെ പറ്റിക്കുന്നതല്ലേ. 3 മിനിറ്റ് കൊണ്ട് സാധാരണ ക്ലാസ്സിൽ ചെയ്യുന്ന ഒരു പ്രോബ്ലം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സർട്ടിഫിക്കറ്റ് അല്ല വിവര വേണ്ടത്. അത് UPSC എക്സാമിന് എനിക്ക് 40 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഹിസ്റ്ററി എന്ന് പറയുന്ന വിഷയം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ മാത്സിലേക്ക് മാറ്റും. കാരണം ഹിസ്റ്ററി ഒക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്പർ ലൈനും അവിടെ 0യും ഇപ്പുറത്ത് BCയും ഇപ്പുറത്ത് ADയും ഓരോരാളെയും ഞാൻ ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇഷ്ടമുള്ള വിഷയത്തിലേക്ക് എനിക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഒരിക്കലും ഹിസ്റ്ററി ടീച്ചർ മാത്സ് മൂലം ഹിസ്റ്ററി പഠിക്കാന്ന് പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. എല്ലാ IAS കാരനും കളക്ടർ ആവില്ല എന്ന് ആദ്യം മനസ്സിലാക്കണ്ടേ എല്ലാവരും. കറക്റ്റ്. ജീവിതത്തിൽ സക്സസും ഫെയിലിയറും ഈസ് നോട്ട് ഡിറ്റർമിൻഡ് ബൈ വെദർ യു പാസ് എൻ എക്സാം, യു ഗെറ്റ് എ പൊസിഷൻ ഓർ നോട്ട്. എവിടെയും നമ്മുടെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ, പ്രൈം മിനിസ്റ്ററുടെ പുതിയ പ്രോഗ്രാം അനുസരിച്ചിട്ട് യു ആർ എൻ IT ഗൈ വർക്കിംഗ് ഇൻ US at the age of 40, 15 years of experience, you can write and come back and become the level of a senior secretary. Lateral entry in UPSC നോക്കൂ. മോദിയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് വേണ്ടിയിട്ട് എന്താണെന്ന് ചോദിച്ചാൽ ലാറ്ററൽ എൻട്രി ഇൻ സിവിൽ സർവീസ്. ഞാനൊരു സിവിൽ സർവീസ് മെൻറ്ററാണ്. അപ്പോൾ കുട്ടികളെ സിവിൽ സർവീസിലേക്ക് ഞാൻ പഠിച്ച പാകപ്പിഴകളൊക്കെ മാറ്റിവെച്ച് ഞാൻ നേരിട്ട ബ്ലോഗ്സ് ഒക്കെ വരുന്ന ആൾക്കാർക്ക് വരരുതെന്ന് വിചാരിച്ചിട്ട് ഈ ഫീൽഡിലോട്ട് പഠിപ്പിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിലിരുന്ന് പഠിച്ചാലും ഒരു മെൻറ്റർഷിപ്പ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡയറക്ഷന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ തട്ടി ഇങ്ങോട്ട് നിർത്താൻ വേണ്ടി ഒരാളുടെ ഒരു മെൻറ്റർഷിപ്പ് ഉണ്ടെങ്കിൽ പാസ്സാകാൻ പറ്റുന്നൊരു എക്സാമാണ്. കോമൺ സെൻസ് ഉണ്ടെങ്കിൽ പാസ്സാകാൻ പറ്റുന്നൊരു എക്സാമാണ് സിവിൽ സർവീസിന് എനിക്ക് തോന്നിയൊരു കാര്യമാണ് ബേസിക്കലി. പക്ഷെ അങ്ങനെയല്ല നമുക്ക് ചുറ്റും നടക്കുന്നതല്ലേ. ഒരുപാട് ഇങ്ങനെ പൊട്ടുക്ക് വെച്ചിട്ട് ഇങ്ങനെ യൂണിവേഴ്സിറ്റീസും അല്ലെങ്കിൽ സെൻറ്റേഴ്സും ഇങ്ങനെ പൊട്ടി മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ സാറ്, ഐ തിങ്ക് യു ആർ ദ റൈറ്റ് പേഴ്സൺ ടു ടോക്ക് ഓൺ ദിസ്. വാട്ട് ഈസ് സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ് ഇതിനകത്ത്? 7ാം ക്ലാസ് മുതലുള്ള നമ്മുടെ ഇന്ത്യൻ സിലബസ്, ലോകത്തിലെ ഏറ്റവും ടഫായിട്ടുള്ള എക്സാമാണ് സിവിൽ സർവീസ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആസ്പിരൻസ് ഉള്ളത് സിവിൽ സർവീസിലാണ് ഇന്ത്യയിൽ. അതിൽ 20 ലക്ഷം പേര് രജിസ്റ്റർ ചെയ്താൽ 5 ലക്ഷം പേര് എക്സാം ഹാളിൽ പോകാറുള്ളൂ. 15 ലക്ഷം പേര് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നു നെറ്റ്ഫ്ലിക്സിലും ആമസോണിലും ഒക്കെ നോക്കിയാൽ ഏറ്റവും കൂടുതൽ സീരീസ് വന്നിട്ടുള്ളത് ഇപ്പം അടുത്ത കാലത്ത് ഒരു 2-3 സീരീസ് ഇറങ്ങി. ഇതൊക്കെ സിവിൽ സർവീസ് ആസ്പിരൻസ് നല്ല ഹൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ജോലിയാണ്. അതിന് 7ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള അറിവ് നന്നായിട്ടുണ്ടെങ്കിൽ, ആ ടെക്സ്റ്റ് ബുക്ക് പഠിച്ച് പാസ്സാവുക സർട്ടിഫിക്കറ്റ് മേടിക്കല്ല, അറിവ് നന്നായിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഈ അറിവെന്ന് സാർ ഉദ്ദേശിക്കുന്നത് കുറച്ചും കൂടെ സ്പഷ്ടമാക്കി പറയാമോ? ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ 7ാം ക്ലാസ് വരെ നോ മീ ആൻഡ് നോ മൈ വേൾഡ് അറൗണ്ട് മീ എന്നാണ്. അത് എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം. ആ ടെക്സ്റ്റ് ബുക്കിലുള്ളതൊന്നും അല്ല യഥാർത്ഥമായിട്ട് എന്നെക്കുറിച്ച് അറിയുന്നതോ എൻ്റെ ലോകത്തെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ സമ്പ്രദായം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടി വരും. 7ാം ക്ലാസ് മുതൽ കഴിഞ്ഞാലുള്ളത് അബ്സ്ട്രാക്റ്റ് നോളജാണ്. 8, 9, 10, 11, 12 അബ്സ്ട്രാക്റ്റ് നോളജ് നമ്മൾ കാണുന്നതല്ല, സെറ്റ് തിയറി കാണുന്നതല്ല. പക്ഷെ അതിൽ നമുക്ക് സങ്കല്പിക്കാനും ആലോചിക്കാനും ഒക്കെ ഉള്ള കഴിവുണ്ടാവണം. ഇവിടെയാണ് നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ്, അനലിറ്റിക്കൽ തിങ്കിങ്, ലോജിക്കൽ റീസണിങ്, കോംപ്രഹെൻഷൻ ഇതൊക്കെ പഠിക്കുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ പഠിക്കുമ്പോൾ എൻ്റെ മുന്നിൽ വരുന്ന ഡെസ്കിൻ്റെ മുകളിലുള്ള ഇത്രയും വലിയ ഫയല് ഒരു തീരുമാനം കാത്തു കിടക്കുമ്പോൾ അതിനെ 4 ലൈനായിട്ട് എഴുതാൻ പറ്റി, ഒരു ചെറിയ പാരഗ്രാഫായിട്ട് എഴുതാൻ പറ്റിയിട്ട് എൻ്റെ ക്ലർക്കിന് എനിക്ക് കൊണ്ടുതരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പേജായിട്ട് ക്ലർക്ക് കൊണ്ടുതരുമ്പോൾ അതിനെ 2 ലൈനാക്കി മാറ്റി എഴുതിയിട്ട് മിനിസ്റ്റർക്ക് കൊടുക്കാനുള്ള കഴിവാണ് സിവിൽ സർവീസ് വേണ്ടത്, സീനിയർ ഓഫീസർക്ക് വേണ്ടത്. ഇത് ഞാൻ എങ്ങനെ ടെസ്റ്റ് ചെയ്യും? ഇതാണ്. ഇപ്പം ഞാനൊരു യാത്ര തുടങ്ങുമ്പോൾ ഒരു പ്രശ്നം വന്നാൽ അതിനെ എങ്ങനെ ഞാൻ തീരുമാനം എടുക്കുന്നു ഞാൻ അറിയണം. ഇതൊന്നും സിലബസിലുള്ളതല്ല. പക്ഷെ ബേസിക് ആയിട്ടുള്ള ഞാൻ പറഞ്ഞ ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ സ്കിൽ, മാത്തമാറ്റിക്കൽ എബിലിറ്റി, സങ്കല്പിക്കാനുള്ള കഴിവ്, അതുകൊണ്ടാണ് അബ്സ്ട്രാക്റ്റ് നോളജ് നല്ല പോലെ. ഇപ്പോൾ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം നന്നായിട്ട് അറിഞ്ഞാൽ
ഓക്കെ. അത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇന്ത്യയെക്കുറിച്ച് ഗൂഗിൾ ചെയ്താൽ നമുക്ക് എല്ലാം അറിയാം. പക്ഷേ ഒരു ഫ്രഞ്ച് അംബാസഡറാണ് വരുന്നത്. ഞാൻ ഒരു സീനിയർ സിവിൽ സർവൻ്റ് ആണ്. അപ്പോൾ അദ്ദേഹം മാത്തമാറ്റിക്സ് ആണ് ബേസിക്കലി പഠിച്ചത്. അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, വേർ ഡു ഐ വാണ്ടഡ് ടു ഗോ ആൻഡ് വിസിറ്റ്. അപ്പം നമ്മൾ ശ്രീനിവാസ രാമാനുജം. അപ്പോൾ ഈ IAS കാരന് അതാരാ എന്ന് അങ്ങോട്ട് ചോദിക്കേണ്ടി വന്നാലുള്ള അബദ്ധം ആലോചിച്ചു. ഐ റെപ്രസെന്റ് ഇന്ത്യ. മനസ്സിലായോ? ഇപ്പം ഞാൻ ഒരു IFS ആയിട്ട് ഒരു രാജ്യത്ത് ജീവിക്കുന്നു. അവിടുത്തെ അവർക്ക് ചിലപ്പം ഇന്ത്യയെക്കുറിച്ച് ഒരു ബ്രീഫ് പറഞ്ഞ എനിക്ക് പറയാൻ പറ്റണ്ടേ? അപ്പോൾ എവിടെയാണ് എപ്പോഴാണ് ചോദ്യം വരിക, അതിനൊക്കെ ഉത്തരം ഐ റെപ്രസെന്റ് ഇന്ത്യ. അതുകൊണ്ടാണല്ലോ ഇന്ത്യൻ സർവീസ് എന്ന് പേര് വന്നത്. അത് ഫോറിൻ സർവീസ് ആണോ, അഡ്മിനിസ്ട്രേറ്റർ ആണോ, പോലീസ് ആണോ എന്നുള്ള വേറെ. ഐ റെപ്രസെന്റ് ഇന്ത്യ. എക്സ്ക്യൂസ് മീ, യു വിൽ നോ ഇന്ത്യ എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ അറിയുന്ന ഒരു വ്യക്തിയാവണം. ആ അറിവ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ 10ാം ക്ലാസ് മതി. ഇപ്പൊ കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ വളരെ എപ്പോഴും എടുക്കാറുള്ള കാര്യമാണ്, ഫാറ്റിന്റെ ഓപ്പോസിറ്റ് എന്താ? ഹീസ് ഫാറ്റ്. നാച്ചുറോപ്പതിയുടെ കൂടെ ഇരിക്കുന്നത്. ഹീസ് ഫാറ്റ്. ഫാറ്റിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സ്ലിം, തിൻ. പിന്നെ സ്ലിം, തിൻ. കഴിഞ്ഞില്ലേ? തിന്നിന്റെ ഓപ്പോസിറ്റ് എന്താ? തിക്ക്. കഴിഞ്ഞില്ലേ? അപ്പൊ മാത്തമാറ്റിക്സിൽ ഒരു ഫോർമുല ഉണ്ട്. ഇഫ് A ഓപ്പോസിറ്റ് B ഓപ്പോസിറ്റ് A ആവണം. അപ്പോൾ ഈ പറഞ്ഞ തിൻ തെറ്റാണെന്ന് മനസ്സിലായല്ലോ. ഈ തിങ്കിങ് ആണ് നമുക്ക് വേണ്ടത്. അത്ര എളുപ്പം. ഈ ഓപ്ഷൻസ് ഇതാണ് പറയാം. കറക്റ്റ്. ലീൻ, സ്ലിം, തിൻ, ട്രിം. ഇതിന്റെ ആന്റോണിം കണ്ടുപിടിക്കാൻ പറഞ്ഞു വരും. ഈ 4 ഒരേപോലുള്ള വാക്കാണ്. സത്യമാണ്. ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ ഇല്ലാതെ ഉത്തരം പറയുന്ന ഒരാളാവണം. മനസ്സിലായോ? ഇപ്പം ഫുഡ് ടേസ്റ്റി ആണെന്ന് പറയും നമ്മൾ. വേറെ ഒരു 10 അഡ്ജക്റ്റീവ് പറയാൻ പറഞ്ഞാലോ? ഡെലീഷ്യസ്. പിന്നെ യമി. പിന്നെ ഇങ്ങനെ ഇംഗ്ലീഷ് അറിഞ്ഞാലേ, അതല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മളൊരു ഫീസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഫ്രഞ്ചുകാരനോ അല്ലെങ്കിൽ യൂറോപ്പുകാരനോ വന്നിട്ട് ഒരു വാക്ക് പറയുമ്പോ തീർന്നില്ലേ കഥ? സത്യം. യു അണ്ടർസ്റ്റുഡ്? അപ്പൊ സാധാരണ ഇതൊക്കെ നമ്മൾ 10ാം ക്ലാസ് വരെ പഠിക്കുന്നുണ്ട്, പല സംഭവങ്ങളിലും പഠിക്കുന്നുണ്ട്. അത് ക്രിട്ടിക്കൽ തിങ്കിങ്, ലോജിക്കൽ റീസൺ. ഇന്നലെ ഞാൻ ടീച്ചേഴ്സിനെ പഠിപ്പിക്കാനാണ് കോട്ടയത്തും കൊല്ലത്തും. അവര് കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് ആണ് ഞാൻ പഠിപ്പിച്ചത്. അപ്പൊ ആൾക്കാരുടെ ധാരണ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് മാത്തമാറ്റിക്സ് ആണെന്നാണ്. കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് മാത്തമാറ്റിക്സേ അല്ല, ഒരു ബന്ധമില്ല. ഞാൻ കൊടുത്തിട്ടുള്ള വർക്ക്ഷോപ്പിൽ ഒരു ടാസ്ക് കൊടുത്തു. ആ ടാസ്ക് എന്ന് പറയുന്നത് 10 പേരുടെ ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് 5 മിനിറ്റ് കൊണ്ട് തീർക്കണം. ഒരാൾ ചെയ്താൽ 50 മിനിറ്റ് വേണം, അതെനിക്കറിയാം. ആ 50 മിനിറ്റ് ഒരാൾ ചെയ്താൽ തീർക്കുന്ന ടാസ്ക്കാണ് ഞാൻ 10 പേർക്ക് കൊടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 5 മിനിറ്റ് കൊണ്ട് തീരണ്ടേ? ഈ 5 മിനിറ്റ് കൊണ്ട് ഇത് തീരില്ല. കാരണം ഇവർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടി ചെയ്യാൻ അത് ആലോചിക്കാം. അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനുള്ള എബിലിറ്റിയാണ് ലീഡർഷിപ്പ്. ആ എബിലിറ്റി നമുക്ക് ഉണ്ടാവണം. സോ UPSC എന്നുള്ളത് അക്കോർഡിംഗ് ടു യു ഒരു 7th സ്റ്റാൻഡേർഡ് തൊട്ട് ദേ ഷുഡ് സ്റ്റാർട്ട് പ്രിപ്പറേഷൻ. 7th ക്ലാസ് മുതലല്ല, KG മുതലോ ജനിച്ചത് മുതലോ പറ്റും. ഇപ്പം ഞാൻ ഇന്നലെ അവിടുത്തെ ടീച്ചർമാരോട് ചോദിച്ചു, കോട്ടയത്തും കൊല്ലത്തുള്ള പ്രധാനപ്പെട്ട സ്കൂളിൽ മാക്മില്ലൻ പബ്ലിഷേഴ്സ് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. CBSEയുടെ വർക്ക്ഷോപ്പാണ്. CBSE ആണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ അതിലൊരു ഭാഗം ഞാനാണ്. നോൺ CBSE ആയിട്ട് പോയിട്ടുള്ള ഒരാൾ ഞാനാണ്. ഇപ്പം നമ്മൾ ചോദിച്ചൊരു ഏത് സ്കൂൾ പോയാലും ഒരു 50 രാജ്യങ്ങളും ക്യാപിറ്റൽസ് പറയുന്ന സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ ഉണ്ടാവുമോ? ഇല്ല, ഒരു സ്കൂളിലും ഇല്ല. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അത് ഗോവയിലായാലും പോണ്ടിച്ചേരി ആയാലും ഇവിടെയൊക്കെ ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാൻ പോകുന്നവരാണ്. ഡൽഹി ആയാലും ഇല്ല, അരുണാചൽ പ്രദേശിലും ഇല്ല. അപ്പോൾ സൗത്ത് വെസ്റ്റ് മുതൽ നോർത്ത് ഈസ്റ്റ് വരെ ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവർക്കത് പഠിക്കാൻ എത്ര സമയം വേണമെന്നറിയോ? 10 മിനിറ്റ് കൊണ്ട്. അവർക്കതിൻ്റെ ആഗ്രഹം തോന്നിയിട്ടില്ല. നമുക്ക് ചുറ്റുമുള്ള ലോകം, പ്രൈം മിനിസ്റ്റേഴ്സിന്റെ പേരൊന്നും ലിസ്റ്റിൽ പറയാൻ പറ്റാത്തവരാണ് നമ്മുടെ സോഷ്യൽ സ്റ്റഡീസ് ടീച്ചേഴ്സ്. പിന്നെ എന്തിനാ ഇത് പഠിപ്പിക്കണം? അത് പഠിക്കാൻ നമുക്ക് ഉണ്ടാവണം. ഞാൻ ഇന്ത്യയെക്കുറിച്ച് അറിയണം എന്ന് പറയുമ്പോൾ അത് ഏത് ക്ലാസ്സിൽ? അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യൂ, പീരിയോഡിക് ടേബിൾ നമുക്ക് ഏത് ക്ലാസ്സിൽ പഠിക്കാം? LKG റൈം ഉണ്ടറിയോ? അത് പഠിപ്പിച്ചാൽ പോരെ? പ്രൈംസിന്റെ ലൈൻ, പ്രൈം മിനിസ്റ്റേഴ്സിന്റെ പേരൊക്കെ ലൈനിൽ ഞാനൊരു പോയട്രി ആയിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഓരോ പ്രൈം മിനിസ്റ്ററുടെയും
സ്വഭാവ ഗുണങ്ങൾ, അയാളുടെ ഒന്ന് പറയാമോ സാർ? ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. ഗൂഗിൾ ഇറ്റ് ആൻഡ് ലേൺ ഇറ്റ്. ഓക്കെ ഓക്കെ, അത് കൃത്യമായിട്ട് നമ്മൾ, അതുപോലെ കേരളത്തിലെ ഡിസ്ട്രിക്റ്റുകൾ തെക്ക് മുതൽ വടക്ക് വരെ പാട്ടാണ്. ആന്ധ്രാപ്രദേശിലാണല്ലോ ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള എല്ലാ ഡിസ്ട്രിക്റ്റുകളുടെയും പേര്, ഡിസ്ട്രിക്ട്സ് ആന്ധ്രാപ്രദേശ് ഡോക്ടർ TPS, കേരള ഡിസ്ട്രിക്ട് ഡോക്ടർ TPS, പ്രൈം മിനിസ്റ്റർ ഇൻ എ ലൈൻ ഡോക്ടർ TPS. യു വിൽ ഗെറ്റ് ഓൾ ദീസ് വീഡിയോസ്. ഇപ്പം നമ്മൾ കവിതയാക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഓർക്കാൻ പറ്റും, പഠിക്കാൻ എളുപ്പമാണ്. ഇത് LKG മുതൽ പഠിപ്പിക്കാനാണ്, അല്ലാണ്ട് നമ്മൾ എന്തിനാ അവിടെ ബാബ ബ്ലാക്ക് ഷിപ്പ് പഠിപ്പിക്കുന്നത്? ടെൽ മി വൈ വി ആർ ലേണിംഗ് ബാബ ബ്ലാക്ക് ഷിപ്പ്? റിതം സെൻസ് അല്ല, 3 bags full, 1 for my master, 1 for my dame and 1 for the little boy. യൂറോപ്പിൽ ഉണ്ടായിരുന്ന പണ്ടത്തെ ടാക്സ് സിസ്റ്റം പ്രകാരം 30% പള്ളിക്കും 33%, 1/3 പള്ളിക്കും 1/3 രാജാവിനും 1/3 ഈ പണിയെടുക്കുന്ന ആൾക്കുമാണ്. ആ ഞാൻ ഇന്നലെ കാഞ്ഞിരപ്പള്ളി ചോദിച്ചാണ്, കാഞ്ഞിരപ്പള്ളി എച്ചായന്റെ മകൻ എന്തിനാണ് യൂറോപ്പിൽ 400 വർഷം മുമ്പുണ്ടായിരുന്ന ടാക്സ് സിസ്റ്റം പഠിക്കുന്നതാണ് എൻ്റെ ചോദ്യം. ഇപ്പം ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ എന്തുണ്ടായി? എഡ്യൂക്കേഷൻ ലിബറലൈസ് ചെയ്തിട്ട് പറഞ്ഞു നഴ്സറി LKG UKG മുതൽ പഠിപ്പിക്കുന്നതൊക്കെ അപ് ടു 7th ക്ലാസ് ഇൻഫോർമൽ ആവണമെന്ന്. ഇപ്പം പറ്റിയ എന്താണെന്നറിയോ? പണ്ട് 1ാം ക്ലാസ് മുതൽ തുടങ്ങിയ എല്ലാ CBSE സ്കൂളും നഴ്സറി മുതൽ തുടങ്ങി കുറച്ചും കൂടി ഫോർമലാക്കി. ഇന്നലെ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളൊക്കെ CBSE ടീച്ചേഴ്സ് ആണല്ലോ, സെൻട്രൽ ബോർഡ് ഓഫ് CBSEന്റെ ഫുൾ ഫോം സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ്. 9ാം ക്ലാസ് മുതലേ CBSE ഉള്ളൂ. നമ്മളിപ്പോ നഴ്സറി മുതൽ CBSE ആണ്. പച്ചയായിട്ട് ആൾക്കാരെ പറ്റിക്കുന്നതല്ലേ. അപ്പൊ 7ാം ക്ലാസ് മുതൽ പഠിക്കുക എന്നുള്ളതല്ല, ഗവൺമെന്റ് റൂൾ പ്രകാരം 9ാം ക്ലാസ് മുതലേ ഫോർമൽ എഡ്യൂക്കേഷൻ ഉള്ളൂ. 8th മുതൽ തുടങ്ങാം, കാരണം 9th ഒരു സ്റ്റാൻഡേർഡ് ആയി. അബ്സ്ട്രാക്ട് ഞാൻ പറഞ്ഞല്ലോ, 7ാം ക്ലാസ് വരെ കഴിഞ്ഞാൽ 8th 9th 10th മുതൽ അബ്സ്ട്രാക്ട് നോളജ് ഫോർമൽ എഡ്യൂക്കേഷൻ ആണ്. സോ അതൊരു UPSC ആസ്പിറന്റ് അല്ലെങ്കിൽ പോലും എവരിവൺ ഷുഡ് സ്റ്റഡി, അല്ലെങ്കിൽ എവരിവൺ ഷുഡ് ഗോ ത്രൂ ദിസ്. നമ്മൾ പഠിക്കുന്ന ഓരോ മാത്തമാറ്റിക്സ് ഫോർമുല എന്തിനാ പഠിക്കുന്നത്? A - B × A + B = A² - B². എന്തിനാ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് കമ്പ്യൂട്ടേഷൻ ഫാസ്റ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോർമുലയാണ്. പക്ഷെ അത് മാഷന്മാർ പഠിപ്പിക്കുന്നില്ല, അതിന്റെ അപ്ലിക്കേഷൻ പഠിപ്പിക്കുന്നില്ല. അങ്ങനെ എന്തിനാ പഠിപ്പിക്കുന്നത്? 3 മിനിറ്റ് കൊണ്ട് സാധാരണ ക്ലാസ്സിൽ ചെയ്യുന്ന ഒരു പ്രോബ്ലം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സർട്ടിഫിക്കറ്റ് അല്ല വിവര വേണ്ടതെന്ന്. അത് UPSC എക്സാമിന് എനിക്ക് 40 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റണം. അത്രേ ഉള്ളൂ. കാരണം നമുക്ക് ടൈം വളരെ കുറവാണ്, എന്നാൽ ചിന്തിക്കാൻ ഒരുപാടുണ്ട്, ബ്രെയിനിനെ വർക്ക് ചെയ്യിക്കാനും ഒരുപാടുണ്ട്. ഈ നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടാണ് പലയിടത്തും വിദ്യാഭ്യാസത്തെ വളരെ വക്രീകരിച്ച്. തിലകൻ ചോദിച്ചു എന്തിനാ പഠിക്കണെന്ന് ചോദിച്ചില്ലേ? അല്ല, നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് നീ സിവിൽ സർവന്റ് ആവണമെങ്കിൽ IAS ആവണമെങ്കിൽ ഒരു സിനിമ ഡയലോഗ് തന്നെ ഉണ്ടല്ലോ, അത് ഇന്ത്യ എന്തെന്ന് അറിയണം എന്ന് പറയുന്നുണ്ട്. സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം. അത് തന്നെയാണ്. റൈറ്റ്. സാർ, അതിനിടയിൽ കൂടെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ കുട്ടികളിലെ ടെക്സ്റ്റ് ബുക്സിന്റെ ഒരു കാര്യം എടുക്കുവാണെങ്കിൽ, അപ്പൊ ഏതൊരു ആസ്പിറന്റ് വിജയിച്ചാലും ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് NCERT പഠിക്കുക, അത് പഠിക്കുക, ഇത് പഠിക്കുക. അവർക്ക് സെറ്റ് ഓഫ് ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്. പക്ഷേ ശരിക്കും ഞാൻ ഇതിനൊരു തിയറി പറയും, ഫിക്സ് യുവർ ടേബിൾ എന്ന്. ഫിക്സ് യുവർ ടേബിൾ. നിങ്ങളുടെ ടേബിളിന്റെ വലുപ്പം കൂടുന്തോറും നിങ്ങൾക്ക് സിവിൽ സർവീസ് കിട്ടാനുള്ള ചാൻസ് കുറയാണ്. ഉള്ള കാര്യം, ഇപ്പം നമുക്ക് DD ബസ് വെച്ചിട്ട് പൊളിറ്റി പഠിക്കാം, ലക്ഷ്മികാന്ത് വെച്ചിട്ടും പൊളിറ്റി പഠിക്കാം. നിങ്ങൾ ലക്ഷ്മികാന്ത് ആണ് പഠിക്കുന്നതെങ്കിൽ അതിനകത്ത് പറയും ഒരു പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് DD ബസ്സിൽ വേറെ രീതിയിൽ പറയും. പക്ഷെ സ്റ്റെപ്സ് ഒക്കെ ഒന്ന് തന്നെയാണ്. പ്രസിഡന്റ് എങ്ങനെ ഇന്ത്യയിൽ അപ്പോയിന്റ് ചെയ്യുന്നു, എങ്ങനെ ഇംപീച്ച് ചെയ്യുന്നുള്ള കാര്യം എല്ലാം ഒന്ന് തന്നെയാണ്, സ്റ്റെപ്സ് ഒന്ന് തന്നെയാണ്. അപ്പം നിങ്ങൾ ആ മെമ്മറിയിൽ നിങ്ങൾക്ക് 2 ടെക്സ്റ്റും കൂടെ പഠിച്ചുള്ള കുഴപ്പമെന്ന് വെച്ചാൽ കൺഫ്യൂസ്ഡ് ആവും. അതിനെക്കാട്ടിൽ ഒന്ന് ബ്രൂസ്ലി പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരടവ് 10,000 തവണ പ്രാക്ടീസ് ചെയ്ത ഒരാളെ എനിക്ക് പേടിയുണ്ട്, പക്ഷെ 1000 അടവ് പഠിച്ചവനെ എനിക്ക് പേടിയില്ല. ആ സെയിം സാധനമല്ലേ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതില് ഈ മെമ്മറൈസിങ് ബൈ ഹാർട്ട് പഠിക്കുക എന്നുള്ള അത്യാവശ്യമായിട്ട് കഴിവാണ്. ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ സ്കിൽ, മാത്തമാറ്റിക്കൽ എബിലിറ്റി, പ്രസൻസ് ഓഫ് മൈൻഡും ക്രിട്ടിക്കൽ തിങ്കിങ്ങും കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങും ഒക്കെ വേണം. മെമ്മറൈസും കൂടി വേണം. ഈ മെമ്മറൈസ് അല്ലാതെ നമ്മൾ അച്ഛൻ്റെ പേരെങ്ങനെ പഠിച്ചു വെച്ചാൽ മെമ്മറൈസ് ചെയ്തിട്ടാണ്. ഈ മെമ്മറൈസ് മോശമല്ല, കറക്റ്റ്. പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ സാധാരണ പറയും ഡോണ്ട് ലേൺ ബൈ ഹാർട്ട് എന്ന് പറയും. എന്നിട്ട് മലയാളത്തിൽ പറയുമ്പോഴോ മനസ്സിലാക്കി പഠിക്കണം എന്ന് പറയും. ലേൺ ബൈ ഹാർട്ട് ആണ് മനസ്സിലാക്കി പഠിക്കുക. അതുപോലും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ മെമ്മറൈസ് ചെയ്യാതെ നമുക്ക് കൺട്രീസ് ആൻഡ് ക്യാപിറ്റൽസ് പഠിക്കാൻ പറ്റില്ല, ജിയോഗ്രഫിയുടെ പൊസിഷൻസ് അറിയാൻ പറ്റില്ല, സ്റ്റേറ്റ്സ് പഠിക്കാൻ. അപ്പോൾ അത് ഒരു മെത്തേഡ് ഞാൻ ചൂസ് ചെയ്യണം. ഈ ലേണിംഗ് സ്റ്റൈലിൽ ഓരോരാൾക്കും ഓരോ ടെക്നിക്ക് ഉണ്ട്. അതിൽ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവരത് പ്രിസ്ക്രൈബ് ചെയ്യാൻ. ഇപ്പം ഏതാണ് ഏറ്റവും നല്ല ടീച്ചർ എന്ന് ചോദിച്ചാൽ
എൻ്റെ ഫ്രീക്വൻസിയിൽ വരുന്ന ടീച്ചറാണ് എനിക്കിഷ്ടം, എൻ്റെ സ്റ്റൈലിലുള്ള ആളാണ് എനിക്കിഷ്ടം. ഇപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്, എന്നെ തീരെ ഇഷ്ടപ്പെടാത്തവരുണ്ട്. അത് എൻ്റെ കുഴപ്പമല്ല. ഞാനും അവരും തമ്മിലുള്ള ഫ്രീക്വൻസി മാച്ച് ഇല്ല, അത് കോഹറൻസ് ആണ്. ഫ്രീക്വൻസി മാച്ച് ആകുമ്പോൾ വി വിൽ ഗെറ്റ് അഡ്ജസ്റ്റഡ്. അപ്പോൾ ഓരോ വ്യക്തിയും എഴുതുന്ന പുസ്തകത്തിലെ കണ്ടന്റ് ഒന്നാണെങ്കിലും അതിന്റെ സ്റ്റൈൽ ഇൻ വിച്ച് ഇറ്റ് ഇസ് പ്രസന്റഡ് ഈസ് ഡിഫറെന്റ്. പക്ഷേ ഈ UPSC ആസ്പിറൻസിന്റെ എല്ലാത്തിന്റെ ഫ്രീക്വൻസി ഒന്ന് തന്നെയല്ലേ? അവർ പോകുന്ന ഒരിക്കലും അല്ല, ഞാൻ ബുദ്ധിയുടെ കാര്യമല്ല പറയുന്നത്. അവര് ഇത് ചെയ്യുന്ന, അതായത് അവർ പോകുന്ന ആ ഒരു വർഷത്തെ ആ പരീക്ഷയുടെ ഒരു ഘടനയല്ലേ, ആ ഒരു വർഷത്തെ അവർ പോകുന്ന അപ്സ് ആൻഡ് ഡൗൺസ് ഏകദേശം ബുദ്ധി വെച്ചിട്ട് അളക്കാനല്ല ഞാൻ പറയുന്നത്, അല്ലാതെ ഒന്നും തന്നെയല്ല. ഒരു പ്രിലിംസ് ഫേസ് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അവർക്ക് എല്ലാവർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് പ്രിലിംസിനല്ല ആദ്യം പഠിക്കേണ്ടത്, ഇന്റർവ്യൂവിനും മെയിൻസിനുമാണ് ആദ്യം പഠിക്കേണ്ടതെന്നുള്ളതാണ്. അല്ല, പക്ഷേ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം എന്താ പറ്റുന്ന വെച്ചാൽ, ഈ പ്രിലിംസിലുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് ഒന്നും അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പലരും അത് കടന്നു പോകും. അത് കടന്നാലല്ലേ അടുത്തത് പറ്റുള്ളൂ. അതിൽ തന്നെ ചില ഭാഗങ്ങൾ, ഇപ്പം നമ്മളിപ്പോൾ എൻ്റെ കുറേ സ്റ്റുഡൻസ് നമ്മൾ അനലൈസ് ചെയ്യും, നിങ്ങൾ ഏത് ഭാഗമായിരുന്നു ബുദ്ധിമുട്ട്. അപ്പോൾ ആ ഭാഗം ബുദ്ധിമുട്ടുള്ളവർക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് വെച്ചാൽ, അവർക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം, പക്ഷെ മാത്സ് അറിയില്ല. എന്തുകൊണ്ടാണ് മാത്സ് അറിയാത്തത്? ആ മാത്സിനോടുള്ള അവരുടെ ഒരു അപ്രോച്ച് വാസ് ഡിഫറെൻ്റ് എന്നുള്ളതാണ്. കാരണം ഇംഗ്ലീഷിൻ്റെ അപ്രോച്ച് അല്ല മാത്സിന് വേണ്ടത്. ഞാൻ ഈ സ്റ്റൈല് പറയുമ്പോൾ ഇപ്പോൾ ഡിഡക്റ്റീവ് സ്റ്റൈല്, ഇൻഡക്റ്റീവ് സ്റ്റൈല്, ഡിസ്കവറി സ്റ്റൈലുള്ളവർക്ക് മാത്സ് ഇഷ്ടമായിരിക്കും, ഡിഡക്റ്റീവ് സ്റ്റൈലുള്ളവർക്ക് ഹിസ്റ്ററി ഇഷ്ടമാവും. അപ്പം ഞാൻ മാത്സ് ആണ് പഠിക്കുന്നത്, നിങ്ങളുടെ ഹിസ്റ്ററി എന്ന് പറയുന്ന വിഷയം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ മാത്സിലേക്ക് മാറ്റും. കാരണം ഹിസ്റ്ററിയൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്പർ ലൈനും അവിടെ 0യും ഇപ്പുറത്ത് BCയും ഇപ്പുറത്ത് ADയും ഓരോരാളെയും ഞാനിങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു എക്സൽ ഷീറ്റിൽ കംപ്ലീറ്റ് ഹിസ്റ്ററി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഹിസ്റ്ററി എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത് ഞാൻ റിലേറ്റ് ചെയ്തിട്ടും ഈ സ്കെയിൽ വെച്ചിട്ടുമാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ഇഷ്ടമുള്ള വിഷയത്തിലേക്ക് എനിക്കതിനെ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഒരിക്കലും ഹിസ്റ്ററി ടീച്ചർ മാത്സ് മൂലം ഹിസ്റ്ററി പഠിക്കാമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. എൻ്റെ വിഷയം എന്താണ് അതിലേക്ക്, അതുകൊണ്ടാണ് പറഞ്ഞു യു ബിക്കം മാസ്റ്റർ ഓഫ് വൺ, then the rest of the subject you can hook around this. അപ്പോൾ എൻ്റെ സ്റ്റൈല് ഡിസ്കവറി സ്റ്റൈലാണ്. പക്ഷെ എൻ്റെ സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ആ സ്റ്റൈലിലേക്ക് ഞാൻ പഠിച്ചോളാം പറയും. ആ ഫ്രീക്വൻസി മാറ്റുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകും. ആ ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആണ്. ഓരോരാൾക്കും ഡിഫറെൻ്റ്. ഈ നമ്മളിപ്പോൾ സംസാരിക്കുന്ന AI കാലത്തിലാണല്ലോ. അപ്പോൾ ഈ പറയുന്ന UPSC ആസ്പിറൻസിന് ഇപ്പോൾ AI ഓരോ ദിവസം കഴിഞ്ഞുള്ള റെവല്യൂഷനായിട്ടുള്ള ചേഞ്ച് അവരെങ്ങനെ ബാധിക്കുന്നതാണ് ഡോക്ടർ TPS? ഇപ്പം ഞാൻ രണ്ടുപേരും ഇരിക്കുന്നുണ്ട്, രണ്ടാളുടെ കയ്യിലും ഫോണില്ലേ, ഒന്ന് വെറുതെ ഒന്ന് ഹൂ ഈസ് ഡോക്ടർ TPS എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയിട്ട് ChatGPTയിലോ അല്ലെങ്കിൽ ജെമിനിയിലോ പെർപ്ലക്സിറ്റിയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതിലോ ക്വാഡിലോ എന്തിൽ വേണമെങ്കിലും നിങ്ങൾ ചെയ്തോളൂ. ഹൂ ഈസ് ഡോക്ടർ TPS, DR ഗ്യാപ്പില്ല ഡോട്ടില്ല TPS, അങ്ങനെയാണ് ഞാൻ എൻ്റെ ഡോട്ടും ഗ്യാപ്പൊന്നുമില്ല. D അപ്പർ കേസ് വേണമെങ്കിൽ അടിക്കാൻ, സ്മോൾ അടിക്കാം, R അടിക്കാം, സ്മോൾ അടിക്കാന്ന് പറഞ്ഞാൽ മറ്റേ സ്മോൾ അടിക്കല്ലേ, ഡോക്ടർ TPS അടിച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യു വിൽ ഗെറ്റ് 2 different answers based on your background. ഇത് സാധാരണ ചെയ്യാറുള്ളതാണ്. Dr. TPS refers to be Dr. TP Shashikumar, an Indian educator, mentor and motivator figure. Here is a quick overview. The TPS in his name stands for teachers, parents and students. Okay, stop. Okay. No. Dr. TPS most commonly refers to TP Senkumar, well-known figure in Kerala. He is a former Director General of Police of Kerala and has been involved in several high-profile investigations. മനസ്സിലായില്ല സംഭവം. കാരണം ഇയാൾ സെൻകുമാറുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്, ഇയാൾക്ക് സെൻകുമാറുമായിട്ട് കോണ്ടാക്ട് ഇല്ല എന്നുള്ളതുള്ള വ്യത്യാസം. യു ആർ എ ജനറിക് പേഴ്സൺ ബട്ട് ഷീ ഈസ് ഇൻ ടു സിവിൽ സർവീസ്. അപ്പോൾ എപ്പോഴോ സെൻകുമാറിനെ ചെക്ക് ചെയ്തിട്ടുണ്ടാവും ഫോണിൽ, അല്ലെങ്കിൽ ആ തരത്തിൽ പെട്ടിട്ടുള്ള സെൻകുമാറും ഇയാളും ഒരേ കോമൺ സാധനം ചോദിച്ചിട്ടുണ്ടാവും. യു അണ്ടർസ്റ്റുഡ്? ഇയാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ സെൻകുമാർ ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതായി നിങ്ങൾക്ക് കിട്ടുന്നത് ആ സെൻകുമാറുമായിട്ട് കോണ്ടാക്ട് ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ TPS എന്നുള്ളത് കറക്റ്റായിട്ട് DR TPS എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഹെൽത്ത് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്, അതാണ് എൻ്റെ സ്ഥിരമുള്ളത്, ആ ഉത്തരം കിട്ടുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുന്നതാണ് നമ്മുടെ മിഷൻ. എന്റെ സ്റ്റാൻഡേർഡ് എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് എനിക്ക് ഉത്തരം കിട്ടുക. കറക്റ്റ്. ഇറ്റ്സ് എൻ ഏജന്റ്, സോ ഏജന്റ് ഓഫ് മൈൻഡ്. അപ്പൊ എന്റെ ഫോണ് എന്റെ ഏജന്റാണ്. അപ്പൊ അത് ഇറ്റ് വിൽ ലേൺ ഫ്രം മീ. ഇപ്പൊ നിങ്ങൾ കുറേ ചോദ്യം ചോദിക്കാം. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ വെച്ചാൽ കുക്കിങ്ങിന്റെ ഒരു 10 ചോദ്യം ചോദിക്കാം. ഹൗ ടു മേക്ക് പുട്ട് അല്ലെങ്കിൽ ഇഡ്ലി എന്നൊക്കെ ചോദിച്ചാൽ ഹൂ ഈസ് ഡോക്ടർ TPS ചോദിക്കാം. ഉടനെ അത് പറയും ഡോക്ടർ TPS ഇസ് എ ഗുഡ് കുക്ക് എന്ന് പറഞ്ഞാൽ. അണ്ടർസ്റ്റുഡ്? അപ്പൊ നമ്മളെ പഠിക്കുന്ന മിഷനാണ് നമ്മുടെ ഫോൺ. അപ്പൊ ഒരു സിവിൽ സർവീസ് ആസ്പിറന്റ്
എത്ര സ്റ്റാൻഡേർഡ് ഉള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നനുസരിച്ചിട്ടാണ്. റൈറ്റ്. ഇറ്റ് വിൽ ഹെൽപ്പ് യു, ഇറ്റ് വിൽ ഹെൽപ്പ് യു, ഇറ്റ് വിൽ ഗൈഡ് യു, ഇറ്റ് വിൽ ഡു എവറിഥിങ്. പക്ഷെ ആ സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ നമ്മുടെ ചോദ്യങ്ങളെ ഉയർത്തണം. ആരാണ് ഏറ്റവും നല്ല സ്റ്റുഡൻറ്? ക്വസ്റ്റ് ഉള്ള ആളാണ്. ക്വസ്റ്റ് ഫോർ നോളജ്. ഹൗ മെനി ഗുഡ് ക്വസ്റ്റ്യൻസ് ഐ ക്യാൻ ആസ്ക്, അതാണ് എൻ്റെ സ്റ്റാൻഡേർഡ്. സർ, ഇപ്രാവശ്യത്തെ നമ്മുടെ സിവിൽ സർവീസിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു ശ്രീജ എന്നൊരു കുട്ടിക്ക് 56th റാങ്ക് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിയുടെ ഒരു ഇൻ്റർവ്യൂ ഒരുപാട് ശ്രദ്ധേയമായൊരു ഇൻ്റർവ്യൂ ആണ്. അതായത് ആ കുട്ടി ഓൾറെഡി അതിൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ മേളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഒറ്റ ചാൻസിൽ സിവിൽ സർവീസ് എഴുതുള്ളൂ, പക്ഷേ 26-ൽ ഞാൻ പാസ്സാവും, എനിക്ക് IFS തന്നെ വേണം, ഇന്ത്യൻ ഫോറിൻ സർവീസ്. ഈ 3 കാര്യം നടന്നു. ഒറ്റ തവണ സിവിൽ സർവീസ് എഴുതിയുള്ളൂ, 2026-ൽ പാസ്സായി, അതിന് IFS തന്നെ കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇത് 3 അത് പേപ്പറിൽ എഴുതി എൻ്റെ സ്റ്റഡി ടേബിളിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായ ഒരു കാര്യമായിരുന്നു. അപ്പം ഇതൊക്കെ വളരെ നല്ല രീതിയിൽ വരുന്ന പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ആയിരിക്കാം. പലർക്കും പല ഭാഷയിൽ പറയാം. സാറിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു കുട്ടി ഇപ്പം നമ്മൾക്ക് ആ ഫിസിക്കലി ഇരുന്ന് പഠിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ ഈ ഒരു വർഷമാണ്, ഒരു മാസത്തെ എക്സാം അല്ല, ഒരു വർഷം നമ്മൾ സ്ട്രെസ് ഫ്രീ ആയിട്ടും അല്ലെങ്കിൽ സ്ട്രെസ് വന്ന് അതിനെ ഇത് ചെയ്യാൻ പോകുന്നൊരു എക്സാമാണിത്. സാറിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയായിരിക്കും അത് തരണം ചെയ്യേണ്ടത്? ഇപ്പം ഈ ഒരു ഉദാഹരണം ഒരു കുട്ടിയുടെ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും ചെയ്യാത്ത സംഭവമായത്. കാരണം ഈ കുട്ടിക്ക് ഇത് നടന്നത് കൊണ്ടാണ് ഇത് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. നടക്കാത്ത ലക്ഷം പേര് ചിലപ്പം ആരും അറിയപ്പെടാതെ പോയിട്ടുണ്ടാവും. ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് നടന്നില്ല. അതെ, ഇപ്പൊ ഈ കേരളത്തിൽ ഇന്ന് ഫേമസ് ആയിട്ടുള്ള സിവിൽ സർവീസിലെ ലേഡി എന്ന് പറയുന്ന ദിവ്യ എസ്. അവര് 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും നല്ല റാങ്ക് മേടിച്ച സമയത്ത് റിപ്പോർട്ടർ പോയി ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, പ്രസ് റിപ്പോർട്ടർ പോയി ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് എന്താ അറിയോ, ഞാൻ ബിഫോർ ഐ ടേക്ക് മൈ ട്രെയിൻ ടു മസൂറി ഐ വിൽ ബി എ മെഡിക്കൽ ഡോക്ടർ എന്നാണ്. MBBS പഠിക്കും, അത് കഴിഞ്ഞിട്ട് സിവിൽ സർവീസിന് പോകും എന്ന് അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവർ IAS കിട്ടിയിട്ടില്ല, ആദ്യം IRS കിട്ടിയത്. 700 റാങ്കോ എന്തോ ഒക്കെയാണ് കിട്ടിയത്, ഏകദേശം എനിക്ക് ഓർമ്മയുണ്ട് അതൊക്കെ. അപ്പോൾ നമ്മളേറ്റവും ഗ്രേറ്റ് എന്ന് പറയുന്ന ഒരാള് ഇതൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞൊരു എഴുതിയ ആള് ചിലപ്പോൾ കിട്ടിപ്പോയിട്ടുണ്ട്. മനസ്സിലായി. അപ്പൊ ഇതൊന്നും ഏത് ഇന്റർവ്യൂ പാനലിലാണോ പോകുന്നത് എന്നനുസരിച്ച് ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു പോകും. പലരുടെയും ധാരണ മലയാളം എഴുതിയാല് പാസ്സാവും. വളരെ പൊളിയാണ്. കാരണം മലയാളത്തിൽ എഴുതിയാലും പാസ്സാവും വിചാരിക്കുന്നു. ഇനി ഹിസ്റ്ററി എഴുതിയാൽ ആന്ത്രപ്പോളജി എഴുതിയാൽ പാസ്സാവും വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ ഇതൊന്നും ഇതിൽ ബാധകമല്ല. ആ സമയത്ത് എക്സാമിനേഷൻ പാസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 100% പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ് വന്നെങ്കിൽ എനിക്ക് പാസ്സാവാൻ പറ്റും. ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് വന്നെങ്കിൽ അല്ലേ, എല്ലായ്പ്പോഴും 100% പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ആ ഒരു കുട്ടിക്ക് സംഭവിച്ചത് ഈ അങ്ങനെ പറയുന്ന ഒരാളിപ്പം അതിനേക്കാളും വലിയൊരു സംഭവം വേണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. നമ്മൾ അത്ര വളർന്നിട്ടുള്ള ആളാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഉണ്ടാവാം, മേ ബി പോസിബിൾ. ആഗ്രഹങ്ങളൊന്നും ഇല്ലാണ്ട് പലയിടത്തും എത്തുന്നവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ അധികം കണ്ടിട്ടുള്ളത്. ആഗ്രഹങ്ങൾ അധികം വെച്ചവരൊക്കെ ചിലപ്പോൾ അവിടെ നിർത്താണ്ട് കണ്ടിട്ടുള്ള കുറേ. കാരണം ഞാനൊരു ബേസിക്കലി സൈക്കോ തെറാപ്പിസ്റ്റും മെൻറ്ററൊക്കെ ആയതുകൊണ്ട് എൻ്റെ അടുത്ത് വരുന്നവരൊക്കെ ആഗ്രഹങ്ങളൊക്കെ പൊളിഞ്ഞവരും നശിച്ചവരും വിഷമിച്ചവരും ഒക്കെയാണ് എൻ്റെ അടുത്ത് വരിക. എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ട്. ആക്ച്വലി ഞാൻ ഈ ഹോസ്പിറ്റലിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ എൻ്റെ കോളേജിൽ ഒരു 4 വർഷം സീനിയറായിട്ട് പഠിച്ച് റാങ്കോടുകൂടി പാസ്സായ ഒരു സീനിയറുണ്ട്. അപ്പോൾ അവർ പാസ്സായി, ഗോൾഡ് മെഡലൊക്കെ മേടിച്ച് പാസ്സായി, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഡോക്ടറായിരുന്നു. അപ്പോൾ അവരത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ UPSC ആസ്പിറൻ്റായിട്ട് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ 3 ട്രൈ ചെയ്തു. വളരെ മൈന്യൂട്ടായിട്ടുള്ള മാർക്കിനാണ് കിട്ടാതെ പോയത്. 1 മാർക്ക് 2 മാർക്ക് അങ്ങനെയൊക്കെയാണ് കിട്ടാതെ പോയത്. അത് കഴിഞ്ഞ് അവരത് ട്രൈ ചെയ്ത് കഴിഞ്ഞ് നിൽക്കുമ്പോൾ എൻ്റെ ഹോസ്പിറ്റലിൽ ഒരു വേക്കൻസി വന്നപ്പോൾ അവരിങ്ങനെ ഇനി അവർ ട്രൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എന്നാൽ നമുക്ക് ഇവിടെ നമ്മുടെ ഒരു ബ്രാഞ്ചിൽ ജോയിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വന്ന് ജോയിൻ ചെയ്ത് 3rd ഡേ പുള്ളിക്കാരി ഒരു ദിവസം രാത്രിയിൽ എന്നെ വളരെ വിളിച്ചിട്ട് കരയെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ഇത് ട്രൈ ചെയ്ത് കിട്ടാത്തതിൻ്റെ നിരാശയും, അതിനു മുമ്പ് അത്രയും എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്തൊരു ഡോക്ടറാണ്. പക്ഷെ ഇപ്പോൾ പേഷ്യൻസിനെ കാണുമ്പോൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അവർക്ക് ഭയങ്കരമായി ടെൻഷൻ വരുന്നു. എന്നിട്ട് അവിടുന്ന് ഷി വാസ് നോട്ട് ഏബിൾ ടു കണ്ടിന്യൂ. ഷി വെന്റ് ബാക്ക് ടു ഹോം. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്തതിൻ്റെ ഒരു അതും ഒരു വല്ല ഡിപ്രഷനിൽ കൊണ്ടെത്തിക്കും കിട്ടിയില്ലെങ്കിൽ ചില കുട്ടികളെ. എനിക്കും ഉണ്ടായിരുന്ന കുറച്ച് കാലം ഡിപ്രഷൻ. കാരണം ഞാനിങ്ങനെ ഒരു സ്വപ്നം കൊണ്ട് നടന്നിരുന്ന ആളാണ്. അല്ല കുറേ പേര് നമുക്കറിയാം. എൻ്റെ ഒരു ധൈര്യം എന്താ വെച്ചാൽ ഞാൻ ഒന്നും അല്ല,
തോറ്റ് പാളീസായ ഒരു മനുഷ്യനാണ്. ഓക്കെ, 8ാം ക്ലാസ്സിൽ തോറ്റു, സ്കൂളിൽ നിന്ന് പുറത്താക്കി, 10ാം ക്ലാസ് കഷ്ടി പാസ്സായി, 12ാം ക്ലാസ് കഷ്ടി പാസ്സായി, IAS ആണെന്നൊരു ആഗ്രഹമില്ല. ബ്രദർ IFS ആയ സമയത്ത് എഴുതണമെന്ന് ആഗ്രഹം തോന്നി. അപ്പം മാഷ് പിടിച്ചിട്ട് പറഞ്ഞു നീ മാത്സ് പഠിക്കും. അങ്ങനെ മാത്സ് പഠിച്ചു. അങ്ങനെ ഒരു ഇൻറ്റൻസീവായിട്ട് ഇതാവണമെന്ന് ഇന്നും ആഗ്രഹമില്ല. ഫ്ലോ ലൈക്ക് എ റിവർ, ഗ്രോ ലൈക്ക് എ ട്രീ എന്നാണ് എൻ്റെ ഫിലോസഫി. എൻ്റെ ഫിലോസഫിയാണ്, എൻ്റെ ബുക്കിൽ ഞാൻ എഴുതിയ ഫിലോസഫിയാണ്. അപ്പോൾ ഏത് വഴിക്കാണോ, ആരാണോ നയിക്കുന്നത്, ആരാണോ വിളിക്കുന്നത്, ആരാണോ എന്നെക്കൊണ്ട് ഉപകാരമുണ്ടെന്ന് തോന്നുന്നത്, അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കാനുള്ള തരത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ കുറേ കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ ജോലി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചൊന്നുമല്ല, ആഗ്രഹിച്ച ആളുമല്ല. ഇപ്പം ഞാൻ IAS എഴുതിയിട്ടുണ്ടെങ്കിലും ആ വയസ്സിൽ എനിക്ക് ആ പൊസിഷനിൽ എത്താൻ പറ്റില്ല. എല്ലാ IASകാരൻ്റെയും അവസാനത്തെ ലക്ഷ്യം ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. അതിൽ 3ാമത്തെ നിലയിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് ഞാൻ എത്തിയത് IAS ആണെങ്കിൽ എത്തില്ല. അപ്പം ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അതേ പാത്തിലൂടെ എത്തണമെന്നൊന്നുമില്ല. അത് ഓപ്പർച്യൂണിറ്റീസ് ആണ്. സി, നമ്മൾ ആദ്യം വേണ്ടത് ഒന്നിൽ ഫെയിൽ ആയതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, വൺസ് യു മിസ് എ ബസ് യു ഗെറ്റ് ലോട്ട് ഓഫ് അതർ ബസ്സസ്. Once you miss a bus, you get a lot of buses. Once you get into a bus, you miss lot of buses. That's true. എല്ലാവരുടെയും ധാരണ IFS ആയാൽ എനിക്ക് ഫോറിൻ സെക്രട്ടറി ആവാന്നൊക്കെയാണ്. ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ 100 IFSകാർ ഒരു ഡെസ്കും ബെഞ്ചും മാത്രം ഇട്ടിരിക്കുന്നവരെ ഞാൻ കാണിച്ചത്. ഞങ്ങൾ അവർക്ക് സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ്. ഇന്ന് രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും ആ രാജ്യത്തെ എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്ന് പഠിച്ചിട്ട് അതും ഇന്ത്യയുമായിട്ടുള്ള ബൈലാറ്ററൽ റിലേഷൻഷിപ്പ് മനസ്സിലാക്കിയിട്ടുള്ള പ്രസ് നോട്ടുകൾ, ന്യൂസുകൾ കേട്ടിട്ട് അതിൻ്റെ ഒരു ജിസ്റ്റ് ഉണ്ടാക്കിയിട്ട് പ്രൈം മിനിസ്റ്റർക്ക് സപ്പോർട്ട് കൊടുക്കണം, എക്സ്റ്റേണൽ അഫയേഴ്സിന് കൊടുക്കണം. ആ കൊടുക്കുന്ന ക്ലർക്കിന്റെ പണി ചിലപ്പം ഒരു ന്യൂസ് റിപ്പോർട്ടറുടെ പണീനെക്കാളും താണ പണിയാന്ന് പറയും. എല്ലാ IASകാരനും കളക്ടർ ആവില്ല എന്ന് ആദ്യം മനസ്സിലാക്കണ്ടേ എല്ലാവരും. കറക്റ്റ്. ഇപ്പൊ ഇന്ത്യൻ ഫോറിൻ സർവീസ് പണ്ട് ബഹ്റിനിലും കുവൈത്തിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ആകെ 3 ദിവസം അയാൾക്ക് പണിയുള്ളൂ. കാരണം വ്യാഴവും വെള്ളിയും അവിടെ ലീവാണ്, അവധിയാണ്. ഇവിടെ ശനിയും ഞായറും അവധിയാണ്. ഇപ്പൊ തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസം മാത്രം പാടി, ബാക്കി എല്ലാ ദിവസവും ഫുഡ് അടിക്കുക. പുട്ടടിച്ച് നടക്കാൻ നമ്മൾ പറയില്ലേ, അവർ നമ്മൾ മണിക്കൂറുകളോളം ഇരുന്ന് സംസാരിക്കും. ഇങ്ങനെ അവൻ IFS ആ, നിങ്ങൾക്ക് പണിയൊന്നുമില്ലേ? എൻ്റെ മാഷ എന്ത് സുഖം, ആകെ 3 ദിവസമേ പണിയുള്ളൂ ഇവിടെ. മനസ്സിലായോ? അവൻ എന്തുകൊണ്ടാണ് കുവൈത്തിലിരിക്കുന്നത്? അവൻ എന്തുകൊണ്ടാണ് അമേരിക്കൻ സെക്രട്ടറി ആവാത്തത്? അമേരിക്കൻ സെക്രട്ടറി ആവണമെങ്കിൽ ആ ലെവലിലെത്തണം. അപ്പോൾ ഇതിലും കുറേ ഹയറാർക്കികൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും ഫിജിയിലുള്ള കമ്മീഷണർ IFS ആണ്. അവരുടെ പണി ഞാൻ പോകുമ്പോൾ എന്നെ റിസീവ് ചെയ്യുക, എനിക്കുള്ള ഭക്ഷണം അറേഞ്ച് ചെയ്യുക, എനിക്ക് ഭക്ഷണം വിളമ്പി തരിക, അല്ലെങ്കിൽ അതൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അവരും IFS ആണ്. അപ്പം നമ്മൾ ഡോണ്ട് തിങ്ക് ദാറ്റ് നോ ഇറ്റ്സ് എ ഗ്രേറ്റ് ജോബ്. IFS ആയാൽ IAS ആയാൽ ഗ്രേറ്റ്. ഏത് പൊസിഷനിലിരിക്കുന്നു അനുസരിച്ചിട്ടാണ്. നമ്മൾ ഏത് ജോലിക്കും നമുക്ക് നമ്മുടേതായ ഒരു ഡിഗ്നിറ്റി ഉണ്ട്. ആ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ IAS ആവണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ഫെയിലിയർ ആയിട്ടുള്ളവരൊക്കെ ഒന്നിനും കൊള്ളാത്തവരാണ് എന്നുള്ളൊരു ധാരണ എനിക്കില്ലേ ഇല്ല. ഞാൻ വേണ്ടാന്ന് വെച്ച് എഴുതിയാലും ചിലപ്പോൾ പാസ്സായില്ല എന്ന് വരും. എൻ്റെ ബ്രദറിൻ്റെ ബുദ്ധിയൊന്നും എനിക്കില്ല. പക്ഷെ എനിക്ക് വേറെ ചില ക്വാളിറ്റീസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ബ്രദർ എപ്പോഴും ചോദിക്കും, എങ്ങനെയാണ് ഇതൊക്കെ എങ്ങനെ പറയാൻ പറ്റണം? ഞാൻ പറഞ്ഞു, എന്നെക്കാളും മെമ്മറി എൻ്റെ ബ്രദറിനാണ്, അതുകൊണ്ടല്ലേ IFS പാസ്സായെന്ന് ചോദിക്കും. ഞാൻ പറയും അല്ല, അത് വേറൊരു കഴിവാണ്, ഇത് വേറൊരു കഴിവാണ്. അപ്പോൾ ഏത് കഴിവാണ് ഇതിലെത്തുക, ഏത് പഠിച്ചാലാണ് എത്തുക, ഏത് സ്റ്റൈലിലാണ് എത്തുക, ഇറ്റ്സ് അൺപ്രഡിക്റ്റബിൾ. എക്സാമിനേഷൻ പാസും ഫെയിലും ഈ സീരീസിലൊക്കെ കാണിക്കുന്ന അതാണ്. അതിൻ്റെ ഉള്ളറകളിൽ നമ്മൾ ശ്രദ്ധിച്ച് എല്ലാ സീരീസും അങ്ങനെ സ്ഥിരമായിട്ട് കാണും. ഞാൻ സിവിൽ സർവീസിന്റെ കുറേ സീരീസ് വന്നിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത് അതിൽ കാസ്റ്റിംഗ് മഹാമോശം കേട്ടോ. കാരണം ഈ 32 വയസ്സിൽ താഴെ എഴുതാൻ പറ്റുന്നവൻ അഭിനയിക്കുന്നവൻ 50 വയസ്സുള്ളവനാണെന്ന് നമ്മൾ കണ്ടറിയാം. കാസ്റ്റിംഗ് ഈസ് വെരി ബാഡ്. കാരണം അവൻ തോറ്റ് വേറൊരു പണിയും ഈ ട്യൂഷൻ സെന്ററും അല്ലെങ്കിൽ കോച്ചിങ് സെന്ററും നടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ചിലപ്പോൾ അവൻ സീരീസ് തുടങ്ങിയിട്ടുണ്ടാവും. അവസാനത്തെ രക്ഷ എന്ന് പറയുന്നത് TVയും സീരീസും ഒക്കെയാണ് ചിലപ്പോൾ. അപ്പോൾ ജീവിതത്തിൽ സക്സസും ഫെയിലിയറും ഈസ് നോട്ട് ഡിറ്റർമിൻഡ് ബൈ വെദർ യു പാസ് എൻ എക്സാം, യു ഗെറ്റ് എ പൊസിഷൻ ഓർ നോട്ട്. എവിടെയും നമ്മുടെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ലൈഫ് എന്ന് പറയുന്നത് ബാക്കിയുള്ളവരൊക്കെ എൻജോയ്. പക്ഷെ ഈ ജോലിക്ക് നമുക്ക് കുറേ പേരെ സെർവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ ഈ പുറത്തോട്ട് ഒഴുകുന്ന നമ്മുടെ യൂത്തിന്റെ ബ്രെയിൻ എല്ലാം തിരിച്ചു പിടിച്ചു നിർത്താൻ ഈ ഒരു ബ്യൂറോക്രസിയുടെ ടോപ്പ് മോസ്റ്റ് സർവീസിന് പറ്റത്തില്ല. അതാണ് ചോദിക്കുന്നത്. സിവിൽ ലേറ്റർ എൻട്രി
പ്രൈം മിനിസ്റ്ററുടെ പുതിയ പ്രോഗ്രാം അനുസരിച്ചിട്ട് യു ആർ എൻ IT guy വർക്കിംഗ് ഇൻ US at the age of 40, 15 years of experience, you can write and come back and become the level of a senior secretary. Oh. Lateral entry in UPSC നോക്കൂ. UPSC. കുറേ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് സിവിൽ എഞ്ചിനീയർ ആണ്, യു ക്യാൻ കം ബാക്ക്. ഇപ്പോൾ നിങ്ങൾ എഞ്ചിനീയറിംഗ് സർവീസ് ഒന്നും എഴുതിയിട്ടില്ല, പക്ഷെ നിങ്ങൾ എക്സ്ട്രാ ഓർഡിനറിലി ഡൂയിങ് എബ്രോഡ്, നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം കൺട്രിയെ സർവ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, ബട്ട് ബേസിക് ക്വാളിഫിക്കേഷൻ, ഐ മസ്റ്റ് നോ മൈ കൺട്രി. ആ ഒരു ഗ്യാരണ്ടി ഉണ്ട്. നിങ്ങൾക്ക് തിരിച്ചു വരാൻ തയ്യാറെങ്കിൽ ലാറ്ററൽ എൻട്രി UPSC ഈസ് അനദർ ഓപ്ഷൻ. അതുണ്ട്. ഇപ്പോൾ മോദിയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് വേണ്ടിയിട്ട് എന്താണെന്ന് ചോദിച്ചാൽ ലാറ്ററൽ എൻട്രി ഇൻ സിവിൽ സർവീസ്. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഇതുവരെ ചിന്തിക്കാത്ത പല പോയിന്റ്സും എനിക്ക് തോന്നുന്നു കാണുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ പ്രചോദനമായിരിക്കും, എസ്പെഷ്യലി പേരൻസിന് ഓൾസോ. ആവണം. യു ഷുഡ് നോട്ട് ബിക്കം എ ഗുരു, യു ഷുഡ് ബിക്കം എൻ ആചാര്യ. യദ്യതാ ജരതിശ്രേഷ്ഠ തത്തദേവിയേതുരോചന സയത് പ്രമാണം ഗുരുതേ ലോകസ്ഥതനു വർത്തതേ. ഇയാളെ കണ്ടിട്ട് ഇങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ ആചാര്യന്മാരാവുക. അതുകൊണ്ട് ഒരാളെയും പഠിപ്പിക്കണമെന്നോ ഒന്നും ആഗ്രഹമില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ട് ആർക്കെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ